എല്ലാവർക്കും സ്നേഹവന്ദനം. സംസ്ഥാന സർക്കാർ ദുർബലർക്കും അശരണർക്കും രോഗികൾക്കും വയോജനങ്ങൾക്കും ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക പതിവാണ്. ക്ഷേമ പെൻഷൻ, ഭവന പദ്ധതികൾ, സൗജന്യ യാത്ര, ആരോഗ്യ പരിപാലനം, ദുരിതാശ്വാസം, ഇങ്ങനെ പോകുന്നു ആ പട്ടിക. ക്ഷേമ പദ്ധതികൾ അത്യാവശ്യമാണ് എന്ന കാര്യത്ത് ആർക്കും തർക്കമില്ല. എന്നാൽ അതോടൊപ്പം നാം കൃഷി, വ്യവസായം, തൊഴിൽ എന്നീ മേഖലകളിൽ വിഭവശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടികളും സ്വീകരിക്കണം. ചില സന്ദർഭങ്ങളിൽ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്താൻ കടം വാങ്ങേണ്ടി വരും. എന്നാൽ കടം വാങ്ങൽ എപ്പോഴും തുടർന്നാൽ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷം സമൂഹത്തിന് ചെയ്യും. അതുകൊണ്ട് സാമൂഹ്യ സുരക്ഷയും സാമ്പത്തിക വളർച്ചയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ബൈബിൾ ഈ തത്വത്തെയാണ് പിന്താങ്ങുന്നത്. ആവർത്തന പുസ്തകം 24-21 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഇപ്രകാരമാണ്: ഒലിവുമരം കുലിക്ക് ശേഷം ശേഷിക്കുന്ന കായകളും മുന്തിരിത്തോട്ടത്തിൽ കൊയ്ത ശേഷം ശേഷിക്കുന്ന മുന്തിരിയും വീണ്ടും ശേഖരിക്കരുത്. അവ പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതാണ്. ആദ്യം പാടത്തും പറമ്പിലും ജോലി നടന്നിരുന്നു. ആദ്യം ഉൽപ്പാദനം നടത്തി അതിനുശേഷം അതിൽ നിന്നുള്ളതായ ശേഷിപ്പിൽ നിന്നാണ് ദരിദ്രരെ സഹായിക്കാൻ വേണ്ടതായ വിഭവം ലഭിച്ചത്. വയലിൽ പോയി ശേഖരിക്കേണ്ടതുണ്ടായിരുന്നു. സഹായത്തോടൊപ്പം മനുഷ്യന്റെ മാന്യതയും അധ്വാനവും സംരക്ഷിക്കപ്പെടും. ഈ സംവിധാനം കർഷകരെയോ അല്ലെങ്കിൽ വ്യവസായികളെയോ ഉൽപ്പാദകരെയോ തകർക്കുന്ന സംവിധാനമല്ല. അവരുടെ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം സാമൂഹിക ആവശ്യത്തിന് മാറ്റിവെക്കുന്നതാണ്. ഇങ്ങനെ അശരണരായ പാവപ്പെട്ട ജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. ബൈബിൾ വീണ്ടും പറയുന്നു: ഉത്സാഹിയുടെ ആലോചന സമൃദ്ധിയിലേക്ക് നയിക്കുന്നു. സദൃശവാക്യം 21-5 വാക്യം. ഉൽപാദനം 1, പങ്കുവെക്കൽ 2. ഈ പദ്ധതി ദൈവത്തിന്റെ കരുണയും നീതിയും വെളിപ്പെടുത്തുന്നു. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ കരുണയും മനുഷ്യന്റെ ഉത്തരവാദിത്വവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സമൂഹം അല്ലെങ്കിൽ സംസ്ഥാനം ദീർഘകാലം നിലനിൽക്കുന്ന ക്ഷേമവും സമൃദ്ധിയും പൂർണ്ണമായി അനുഭവിക്കുക. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്യുക. ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.